പുലിമടയിലാണ്. ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ഡാന വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ മോസ്റ്റ് നമ്മുടെ വയനാടിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് നമ്മളുള്ളത്. എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലവയലുള്ള നമ്മുടെ ഫാൻറ്റം റോക്കിലാണ്. നമ്മൾ ഫാൻറ്റം റോക്കുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഗായ്സ് വേറെ ആരുമല്ല, ഞാനാണ് അവിടെ കൊണ്ടുവച്ചത്. പങ്കജ മഹർഷിയാണ് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചത്. രാത്രി തൊഴിച്ചതാണത്. കണ്ടോ, ഞാൻ തൊഴിച്ചത് ഇങ്ങനെ കല്ല് തൊഴിച്ചതാണ്. അപ്പോഴാണ് അവിടെ പോയി ഇരുന്നത്. എടാ, സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം. എൻ്റെ ഗായ്സ് ഒന്നും പറയണ്ട, പൊരിഞ്ഞ വെയിലാണ്. ഇതാണ് നമ്മുടെ ആളെന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മളെ വയനാട്ടിൽ കിടന്നിട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും കാണാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും അതൊക്കെ പോട്ടെ. എന്തുകൊണ്ടാണ് ഫാൻറ്റം റോക്കിന് ഈ ഫാൻറ്റം എന്നുള്ള പേര് വരാൻ കാരണമുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും മനുഷ്യൻ്റെ തലയോട്ടി പോലെ തന്നെ തോന്നുന്നത് കൊണ്ടാണ് ഇതിന് ഫാൻറ്റം മീൻസ് ഇതൊരു കോമിക്സിലെ കഥാപാത്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ പേരിലാണ് നമ്മുടെ ഈ ഫാൻറ്റം റോക്കിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. നമ്മുടെ ചരിത്രാതീത കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഫാൻറ്റം പാറ രൂപപ്പെട്ടതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മമ്മയും വാവാറ്റയും അങ്ങനെയൊക്കെ മെയിൻ കാര്യം പറഞ്ഞില്ല. എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഡേയിലാണ് ഗൈസ് നമ്മുടെ ഫാൻറ്റം റോക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ ഗൈസേ. സൺസ്ക്രീൻ പൊത്തി 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 മേത്ത് കുളിച്ചു വരേണ്ട അവസ്ഥയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പോൾ അതെ, ഞാനും പങ്കെടുത്ത് നടന്നുകൊണ്ടിരിക്കണം. അമ്മച്ചി വന്നില്ല, അമ്മച്ചി ഓട്ടോയിൽ ഇരിക്കുകയാണ് ഗൈസ്. വെയിലായതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടന്നു പോകും കേട്ടോ. തിന്നാനും കുടിക്കാനും അതാണ് ഭയങ്കര ഏക വേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ അമ്മയും വാവാറ്റി നിൽക്കുന്നു. ഹായ് ഗൈസ്, നമ്മുടെ വാവാറ്റിയാണ് നിൽക്കുന്നത്. വാവ് ഗൈസ്, ഇവിടെ ഒരു അടിപൊളി നമ്മൾ കോറിയാണോ കാണുന്നേ? ഇതൊരു കോറിയാണ് ഗൈസ്. അമ്മേ, ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ മോസ്റ്റ് വെള്ളം കയറും. കണ്ടേ ഇപ്പൊ വെള്ളം. നമ്മളന്ന് റീൽസ് എടുത്ത സ്ഥലം പറ്റിയോ? ഓ, അവിടെ നിന്ന് ഞാൻ റീൽസ് എടുത്തിട്ടുണ്ട് ഗൈസ്. പണ്ട് പറയണം എടുക്കുമ്പോ ഭയങ്കര പറ്റിയിട്ടുണ്ട്. പക്ഷെ കാണുമ്പം ഈ ചൂടത്ത് ചാടാൻ തോന്നുന്നുണ്ട്. കൈക്ക് ഐസ് തണുപ്പ്. എന്റെ ഗായ്സ്, ഇപ്പം നമ്മുടെ വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന സ്ഥലത്താണ് നമ്മുടെ ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് വരുവാണെങ്കിൽ ഏകദേശം 17 കിലോമീറ്ററാണ് ദൂരമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇടക്കൽ കേവ്സും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിന് കൊടുക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഇവിടെ ഫീസില്ല. അപ്പം നമുക്ക് ചിലവായിട്ടുണ്ടായിരുന്നത് 20 രൂപ മാത്രമാണ് കേട്ടോ. ഞാൻ പോയാലും കുഴപ്പമില്ല, ക്യാമറ പോലുന്നില്ലേ. ഇവിടെ ഒരു സംഭവം ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോലുള്ളവരൊക്കെ ആണെങ്കിൽ തെറിച്ച് പറന്നെടുക്കും. അടിപൊളിയാണ്. വെയിലത്ത് വന്നത് എനിക്ക് കൊളകപ്പാറാണ് ഗൈസ്. കൊളകപ്പാറ, അതാണ് കൊളകപ്പാറ. ഈ കാണുന്ന എന്ത് എന്റെ ഞാനൊന്നും കാണുന്നതാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ മുഴുവൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 2600 അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത്. ക്യാമറാമാൻ ഉടായിപ്പാണ്. ക്യാമറമാൻ സൂം കുറയ്ക്കണം. കൂട്ടത് എങ്ങനെ കുറയ്ക്കുന്ന എങ്ങനെയത് ഗൈസ്? അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സൂം കുറച്ച ഒന്നും അറിയത്തില്ല എന്താണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ട് ചോദിച്ചാൽ, എടാ ക്യാമറമാൻ, ക്യാമറ ഇങ്ങനെ ഷെയ്ക്ക് ആക്കരുത് കേട്ടോ. പറഞ്ഞേക്കാ, എനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ ക്യാമറ ഷെയ്ക്ക് ആക്കുന്നത്. കുർബാനക്കോട്ടയിൽ ചെറിയൊരു കട്ടുണ്ടല്ലേ, പൊള്ളിയിട്ട് രക്ഷയില്ല കേട്ടോ. മേൽ അത്രയ്ക്കാണ് പൊള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുണ്ട് ഇവിടെ ഇങ്ങനത്തെ പുല്ലുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇങ്ങനത്തെ പുല്ലാണോ? ഇങ്ങനത്തെയാണ് അധികം പൈസേ. നമ്മുടെ സൂര്യന്റെ ചൂട് ഇങ്ങനെ കൂടി. അയ്യോ, അതെന്താ? അത് വേറെ റോക്കാണ് ഗൈസ്. ഫുൾ ഓഫ് റോക്ക് കൊണ്ടൊരു മേളം തന്നെയാണ് ഗൈസ്. ഞാൻ നല്ല മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കത് ഉരുട്ടി താഴേക്ക് ഇടണമെന്ന്. അതാണ് ഞങ്ങളുടെ ഏക ആഗ്രഹം.
എന്റെ ഗായ്സേ സത്യം പറഞ്ഞ നമ്മള് കുറുമ്പാലക്കോട്ട പോയില്ലേ അപ്പൊ അതേ ഒരു വൈബ് കിട്ടുന്നുണ്ട്. പുല്ലുകളാണ് കേട്ടോ. അപ്പൊ ഒരു വൈബിന് വേണ്ടിട്ട് നമുക്ക് അതേ വൈബ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു പുല്ല് പറിക്കാട്ടോ. എന്റെ തലയെ കുത്ത്. ഇല്ല കുഞ്ഞിക്ക് മിണ്ടൂല കേട്ടോ. ഇതൊരു ചെറിയ ഫാൻ്റെ ബോക്സാണ് ഗൈസ് തോന്നുന്നത്. അതെ ഇത് മിനിയാണ് ഗൈസ്. ഇതിന്റെ പൊക്കത്ത് കയറി ഇരിക്കണോ? ഇതിന്റെ പൊക്കത്ത് കൊണ്ട് വീഴുവോ? ഇല്ല ഗൈസ്. ഇതല്ലേ ഫാൻ്റെ ബ്രോക്ക്? പോകാൻ പറ്റും? ഗായ്സ് ഇവിടെ അടിപൊളി നല്ല രസമുള്ള വ്യൂ ഉണ്ട്. കാണിച്ചു തരട്ടെ. നല്ല രസത്താലുള്ള വ്യൂ ഉണ്ട് അല്ലേ പങ്ക? നിങ്ങൾ എന്തോന്നും പറയാം, നമ്മൾ വലിയൊരു പാറേൻ്റെ പൊക്കത്താണ് നിൽക്കുന്നത് തന്നെ അല്ലേ? വലിയ പാറേൻ്റെ പൊക്കത്താണ് നമ്മൾ നിൽക്കുന്നത്. നല്ല സൂര്യൻ നല്ല ചുട്ടുപൊള്ളി നമ്മളെങ്ങനെയാണ് വിയർപ്പ് മുട്ടിക്കേണ്ടതെന്ന് ഓർക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്നും കൂടി ഈ വ്യൂ മുഴുവൻ നമുക്ക് നല്ല നൈസിൽ കാണാം കേട്ടോ. എൻ്റെ ഗായ്സ് നിങ്ങൾക്കറിയോ ഈ ഫാൻറ്റം റോക്ക് എങ്ങനെ ഉണ്ടായതെന്ന്? ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കാറ്റും വെള്ളവും കാരണം കരിങ്കല്ല് അരിച്ചെടുത്ത് രൂപപ്പെട്ട ഒരു അത്ഭുതകരമായ ശിലാരൂപമാണ് നമ്മുടെ ഈ ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ താഴെയാണ് നമ്മൾ ഇത്രയും ഫുള്ളായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നത്. സത്യം വേസ്റ്റിട്ട് ഫുള്ള് കൊളാക്കുകയാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. ഇപ്പൊ കുറുമ്പാലക്കോട്ട് നമ്മൾ അന്ന് പോകുന്ന സമയത്ത് ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഫീസൊക്കെ വെച്ച് അടിപൊളി പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കാര്യമായിട്ടുണ്ട്. വാ അടിപൊളി വ്യൂ ആണ്. അപ്പൊ നമ്മളെങ്ങനെയാ അങ്ങോട്ട് പോകുന്നേ? അങ്ങോട്ട് അതിലോടെ പോകുന്നത്. ഇവിടുത്തെ വ്യൂ ഇത്രയാണ് ഗൈസ് ഉള്ളത്. അവിടെ നോക്ക്. വാവ് ഇവിടെ ഞാൻ എപ്പോഴോ വന്ന പോലെ സൈസ് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വന്നല്ലോ, ഞാൻ എന്ത് മണ്ടത്തര പറയുന്നത്. വന്ന റീൽസ് എടുത്ത ഞാനാണ്. ഞാൻ പറയാം ഞാൻ എപ്പോഴേ വന്ന പോലെ ഉണ്ട്. എന്തൊക്കെയാലേ പറയുന്നത്. ഷോ എനിക്ക് വയ്യ. ഞാൻ ഈ പറയുന്നോണ്ടേ ആകെ വിഷയമാണ് അല്ലേ ആറ്റി? അതെ നല്ല ഞാൻ തന്നെ ഉണ്ട്. ഇത് ഗായ്സേ ഭയങ്കര വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ്. അപ്പം എല്ലാവരും പരമാവധി വെയിലില്ലാത്ത സമയത്ത് വരാൻ നിന്നാൽ മതി. വെയിലുള്ള സമയത്ത് നിങ്ങൾ വരണ്ട, കാരണം സഹിക്കാൻ പറ്റില്ല. നീ ക്യാമറ കുനിച്ച് പിടിക്കല്ലേ എൻ്റെ ക്യാമറ മേനോനെ. കണ്ടില്ലേ ഗൈസ്, എല്ലാത്തിനും കൂടെ വേണം. വന്നിട്ട് നമ്മള് രാവിലെ 9 മണിക്കാണ് തുറക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഇവിടെ അടയ്ക്കുമെന്നാണ് തോന്നുന്നത്. താഴെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെയിലത്ത് വെയിൽ കൊണ്ട് പൊരിയാൻ ചാവാൻ വേണ്ടി വരണം. ഞങ്ങളിപ്പോ മെൽറ്റായി ഉരുകി ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് വേഗം വന്ന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സർവൈവ് ചെയ്ത് പോകേണ്ട അവസ്ഥയാണ്. തലേ വെക്കുക ക്യാമറ കെട്ടി തൂക്ക്. ക്യാമറമാൻ എങ്ങനെയുള്ള ഇറങ്ങിക്കോളാം, കുഴപ്പമില്ല. ആദ്യം ഇറങ്ങുന്നതൊക്കെ ശരിക്കും നിലത്ത് കാണിക്കണം. കണ്ടില്ലേ, എനിക്ക് നല്ല സർവൈവ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഞാൻ സർവൈവ് ചെയ്യും. അവരെയും കൂടി ഉരുട്ടിയിട്ട് ഞാൻ താഴേക്ക് പോയി അവർ ഉരുട്ടിയിടുന്നതാണ് ഗൈസ്. എനിക്ക് പറയാൻ പറ്റാതെ. അപ്പൊ അവരിത് അവിടെ ഇറക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നൈസിൽ ഇറങ്ങി പോവാട്ടോ. അപ്പൊ കണ്ടില്ലേ, അപ്പൊ സത്യം പറഞ്ഞാൽ കുറുമ്പാലക്കോട്ടെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ ഇപ്പൊ അവര് പൈസയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കണക്കിന് നല്ല കാര്യം അത് നോക്കി നടത്തുന്നത് അല്ലേ പെങ്കിളി? ഇഷ്ടമുള്ള ഇഷ്ടപോലെ പോലെ നോക്ക്. അവിടേക്ക് എത്ര വേസ്റ്റ് കാണുമ്പോൾ ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇവിടെ വേസ്റ്റ് ബാസ്കറ്റ് ഒന്നും അടുത്തുണ്ടോ? അതെ അവിടെ ഉണ്ട്. നമ്മൾ വന്നില്ലേ, അവിടെ ഉണ്ട്. അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഇങ്ങനെ നശിപ്പിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, താഴെ ക്യാമറ വീണ എനി പ്രോബ്ലം നീ തന്നേടാ. ഗായ്സ് നമ്മുടെ വഴി നിങ്ങൾ കാണോ? കണ്ടോ, ഈ വഴിക്ക് കൂടെയാണ് നമുക്ക്. അമ്മമ്മ ഇറങ്ങിപ്പോണ്ടേ അമ്മച്ചി. ദൈവമേ, വിചാരിച്ച പോലെ അല്ലട്ടോ മറ്റേ അല്ല പങ്ക. ഇത് മോസ്റ്റാണ്. എന്റെ മോസ്റ്റ് ഗ്രിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഇവിടെ ഇറങ്ങുന്നോണ്ട് ഗ്രിപ്പ് ഉണ്ടാവൂന്ന് എനിക്ക് അറിയത്തില്ല. പങ്ക ഒരു കാര്യം ചെയ്യടാ, നീ അവിടെ നിന്ന് ഉരുണ്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ ഗൈസ്? സത്യം പറയാലോ, ഉരുളുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് അല്ലേ പങ്ക? അമ്മ ഇത് കണ്ടോ, ഇതിലപ്പുറം ഞങ്ങൾ കണ്ടിട്ടുള്ളതാ. കണ്ടില്ലേ, ഇറങ്ങാൻ നമുക്കാണ്. അതന്നെ അല്ല, പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. അതന്നെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിനി എന്ത് ചെയ്യാൻ പോണം? ഇതേ നമ്മുടെ ഫാൻറ്റം പാറ, പങ്കജമഹർഷി കൊണ്ടിട്ട പാറ അല്ല, ഞാൻ തൊഴിച്ചിട്ട പാറ. അയ്യോ, ഇവിടെ ഒരു തണലുള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. അത് തന്നെ ഒരു മൂങ്ങാമോന്ത പോലെയാണ് ഗൈസ് സത്യം പറഞ്ഞു എനിക്ക് തോന്നുന്നത്. അല്ല നിങ്ങൾക്ക് എന്ത് മോന്തയാണ് തോന്നുന്നത്? കേട്ടോ, ശരിക്കും മൂങ്ങാ മുഖം പോലെയാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് എന്ത് മുഖം പോലെയാണ് തോന്നുന്നത്? അമ്മേന്റെ മുഖം പോലെയാണ് തോന്നുന്നത്. നോക്കട്ടെ.
അയ്യോ ഇല്ല ആണല്ലേ ശരിക്കും മൂങ്ങ പോലെ ഉണ്ടല്ലേ ആ കണ്ണൊക്കെ കാണുമ്പോൾ മൂങ്ങ പോലെ തോന്നുന്നുണ്ട്. എടുക്കാം ഈ മൂങ്ങയാക്കാൻ പോവാ ഇവിടെ ബിയർ ഗ്രീസ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്റെ മുഖമാണ് എടുത്തത്. നിന്റെ മുഖം അല്ല ഉള്ളത്, നിന്റെ പല്ല ഉള്ളത്. അയ്യോ പല്ലിന്റെ ഇടയ്ക്ക് ചിപ്സ് ഇരിപ്പുണ്ടോ? പിടിച്ച് ചിപ്സ് പല്ലിടക്ക് ചിപ്സ് ഗായ്സ്. അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ പാറേന്റെ അടുത്തേക്ക് പോവാ, പ്രശ്നമൊന്നുമില്ല. ഗായ്സ് ഇപ്പം സത്യം പറഞ്ഞ ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഫോട്ടോഗ്രാഫിക്കും ട്രക്കിങ്ങിനും. അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് എന്നെ പോലെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇഷ്ടമാകും. അറിയില്ലടാ പിടിക്കും കൊല്ലും. അതിന്റെ ഉള്ളിലേക്ക് പോ നോക്കട്ടെ എന്താണ് ജീൻസ് ഇപ്പൊ വരാം. ജീൻസ് കാത്തിരട്ടെ. എന്തറിയോ മോസ്റ്റ് വേല കരുന്ന് ഞാൻ ചത്തു. എടാ നിക്ക് ഈ വഴിയാണ്. അമ്മ നമ്മള് എന്താ ഇതാണ്. അതെ ഇപ്പം എല്ലാ സർവൈവ് നോക്കാം. എന്റെ മുടി കളഞ്ഞാണ്ടല്ലോ എല്ലാ സർവൈവിനും. ഹായ് മൂങ്ങ മൂങ്ങ. എടാ എന്നെ ഫാൻഡം ബ്രോക്കറിനെ കൂടെ ഒരുമിച്ച് എടുക്കണം. ഞങ്ങൾ ഒരുമിച്ചാണ് വേണ്ടത്. ആ ഇപ്പൊ ഒരുമിച്ച് വന്നേനെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ വ്യൂ മതി. അയ്യോ അയ്യോ അങ്ങ തിന്നു. ക്യാമറമാനെ നോക്കാതെ പോകുന്നതാണ് ഗൈസ്. ജീൻസ് ഫുള്ള് ഇട്ടില്ല. എന്താ പ്രശ്നം അറിയോ? അതിന്റെ ലെജൻസ് ഇവിടെ ഉണ്ട്. കരഞ്ഞ് കരഞ്ഞ് പോകും. എന്റെ ജീൻസ് അഴിക്കട്ടോ. അവര് പോയില്ലോ. അശോ ഞാനിനി പറന്നു പോവേ. പറന്നു കൂട്ടോ. ആ ശരി പറക്ക്. ആ പറക്ക്. ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫാൻഡം റോക്കിന്റെ അടിയിലേക്കാണല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫാൻഡം റോക്കിനെ ശരിക്കും ഒരു മൂങ്ങേന്റെ തല പോലെ തോന്നുന്നു കേട്ടോ. മനുഷ്യന്റെ സ്കള്ള് പോലെ തോന്നുന്നുണ്ട്, എങ്കിലും എനിക്ക് മൂങ്ങേന്റെ തല പോലെയാണ് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഫാൻഡം റോക്ക് ഇരിക്കുന്ന മലയെ ചീങ്ങേരി മല എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്കൽ കേവ്സിൻ്റെ അടുത്ത് നിന്ന് 500 മീറ്റർ നമുക്ക് കാൽനടയായിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് നടന്ന് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇടയ്ക്കൽ കേവ്സ് നമ്മുടെ ഫാൻഡം റോക്കിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ചുറ്റുമുള്ള പച്ചപ്പും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നല്ല വൈബ് അടിച്ച് നമുക്ക് വരാം. പക്ഷേ വെയിലാണ് ഗൈസ് ഇപ്പം നമ്മളെ പ്രശ്നക്കാരനാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? യോ നമ്മളിതേ മൂങ്ങേൻ്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂങ്ങേൻ്റെ തലയിൽ കിടന്ന് പോകാം. സർവൈവ് ആണ്. അയ്യോ സർവൈവ് ചെയ്ത് ആ ഷൂ എന്റെ കൈ തന്നിട്ട് പോകും. ഇവിടെ കുറെ കുറെ നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അവിടെ പോയപ്പോ കണ്ട പോലെ തന്നെ നമ്മുടെ കുറുമ്പാലക്കോട്ട ഇത് തന്നെയാണ് ഗൈസ്. സത്യട്ടോ. അപ്പം വ്യൂ എടുത്തിട്ടോ. പക്ഷേ കല്ലിന്റെ ഒക്കെ പവർ നോക്കട്ടോ. കരിങ്കല്ലാണല്ലേ. ക്യാമറമാൻ വീണാ കുഴപ്പമുണ്ടോ? ക്യാമറയും വീഴും അപ്പം. സത്യട്ടോ എന്റെ ഇടയ്ക്ക് എന്തോ ഉണ്ട്. പ്രേതാണോ? സോംബിയാണോടാ? അയ്യോ അത് കടുവയായിപ്പോയില്ലേ. കടുവയായി. അയ്യോ അവിടേക്ക് ആരോ കൊത്തുപണിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഏത് ആൻഷ്യന്റ് ആയിട്ടുള്ള പീപ്പിളാന്ന് തോന്നുന്നു. സത്യം മുകളിൽ എഴുതി വെച്ചേക്കുന്നു അബുനോ അടൂവ് അടൂന്നാണത്. അപ്പൂവ് മൂങ്ങേൻ്റെ അടുത്ത് എഴുതി വെച്ചേക്കുന്നുണ്ടോ ഗൈസ്? എന്തായാലും ഇതാണ് നമ്മുടെ മൂങ്ങേൻ്റെ അടുത്തുള്ള വ്യൂ എന്ന് പറഞ്ഞത്. ഡ്രോൺ വേണം അത് ഗൈസ്. അതെ അടിപൊളിയാണ്. അതെ അതെ അങ്ങോട്ടേക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയ തണല് കാണുന്നുണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ അങ്ങോട്ടേക്ക് ഉണ്ട്. വാവ് മോസ്റ്റ് വ്യൂ ആണ് ഗൈസ് അങ്ങോട്ടേക്കുള്ളത്. പക്ഷെ നമ്മൾ മറ്റേ സ്ഥലത്ത് നിന്നില്ലേ അതിൻ്റെ അത്ര വ്യൂ ഇല്ല കേട്ടോ അവിടെ. അവർ മരമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആ മരത്തിൻ്റെ അടുത്തുള്ള വ്യൂ എന്താ നോക്കാം. പിടിച്ചോ എൻ്റെ ഒന്നും പറയുന്നില്ല.
ക്യാമറ ശ്രദ്ധിച്ചു പിടിക്കണേ. അടിക്കുന്നതാ പോലെ പോലെ നമ്മുടെ മറ്റേ കൊറേ പാറകൾ കൂടി 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 ഉണ്ടോ, ഇടയ്ക്കിടയ്ക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഒരു വിങ്സ് ആയിട്ടോ. അതന്നെ നമ്മൾ അതെ അതെ ഗൈസ്, സത്യം പറഞ്ഞാൽ ചോദിച്ചു പിടിച്ചോ. അത് നമ്മുടെ കുളകപ്പാറയാണ് ഗൈസ് ആ കാണുന്നത്. നോക്കാം അമ്മേ. കണ്ടിട്ടാണ് നമ്മുടെ കുളകപ്പാറന്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓ പങ്ക അത് പിടിച്ചോ. ഈ മരത്തിലൊക്കെ എന്തെങ്കിലും നോക്കൂ, ഇത് ഊഞ്ഞാലാടാ. പറന്നോ, അപ്പുറത്തേക്ക് പറഞ്ഞോ. മോസ്റ്റാണ്. നല്ല രസം ഈ മരങ്ങളൊക്കെ കാണാം. ഈ സൈഡിൽ ഈ മരങ്ങൾ കാണാം, കണ്ടൽ വനങ്ങൾ പോലെ ബ്യൂട്ടി ആയിട്ടുണ്ട്. ബ്യൂട്ടി ഇവിടെ നീ അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ? മഴക്കാലത്ത് മോശം വെള്ളമൊക്കെ ഒഴുകുന്നു പറയുന്നത്. ഇതിന്റെ പതുക്കെ പോട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കടാ അമ്മ, ഇവിടെ നല്ല തണുപ്പ്. ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്താൽ സൂപ്പർ ആയിരിക്കും. നമ്മളിപ്പോൾ ഫാൻ റോക്കിന്റെ അടിക്കാണ് കൊണ്ടുവിട്ട് പൊത്ത് കിടന്നിട്ട് ഇവിടെ സോംബി ഉണ്ടോ? ഞാനാണ് സോംബി മനുഷ്യൻ. സോംബി ഉണ്ടോ? കടിക്കും, എന്നെ കടിച്ചു ആരോ. ക്യാമറമാൻ ഉരുണ്ട് അവിടെ എത്തും. എന്തിനെ കുഴപ്പമുണ്ടോ? ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. മോശം നല്ല കൂലാണ്. ഗായ്സ്, അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാൻറ്റം റോക്ക് കരിങ്കല്ലും കൊണ്ടാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു അത്ഭുതമുണ്ട്. പിന്നെ വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാൻറ്റം റോക്ക് ശരിക്കും ഈ മനുഷ്യൻ്റെ തല പോലെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും അതിൻ്റെ മുകളിൽ ആരാണ് അങ്ങനെ കൊണ്ടുവച്ചതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംശയം നമുക്ക് തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഉരുണ്ട് വീഴുന്നില്ല, അതൊക്കെ ഒരു എനിക്ക് ഭയങ്കര സംശയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ അനങ്ങാതെ അവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ അപ്പുറത്തൊരു പാറയുണ്ട്, അതിൻ്റെ മുകളിലും അതേ ഒരു പാറക്കഷ്ണം ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് താഴേക്ക് ഉരുണ്ട് വീഴുന്നില്ല, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് നമ്മുടെ ഈ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാറ്റും വെള്ളമൊക്കെ തട്ടി ഇങ്ങനെ എന്താ പറയുക അടിച്ചെടുത്തിട്ട് ഈ രൂപത്തിലായതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും ഇത് ഇങ്ങനെ ആയത്, ഇത് വീണ് പോവാത്തതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര എന്താ പറയുക മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ വയനാട്ടുകാരായിട്ട് വയനാട്ടിൽ കിടന്നിട്ട് നമ്മൾ ഇത്രയും നാളായിട്ട് ഇപ്പോഴാണ് ഇത് വന്നിട്ട് കാണുന്നത്, നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഈ സ്ഥലം മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും വന്നൊന്ന് കാണണം. പക്ഷേ വെയിലുള്ള സമയത്ത് നിങ്ങൾ ദയവിച്ചത് വരരുത്. നിങ്ങൾ സത്യമായിട്ടും വെയിലില്ലാത്ത സമയം നോക്കിയാണ് വേണം കേട്ടോ വരാൻ. എന്നാലാണ് നമുക്ക് നന്നായിട്ട് ഇത് വെയിൽ കൊള്ളാതെ നന്നായിട്ട് നമുക്ക് വൈബ് അടിക്കാൻ പറ്റുള്ളൂ. ഏകദേശം മാർച്ച് തൊട്ട് ഒക്ടോബർ വരെയുള്ള ടൈമിൽ നമുക്ക് പിന്നെ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ തെന്നി അടിച്ചു വീഴും. നമ്മളിപ്പോ എവിടെയുള്ളത്? ഫാൻറ്റം റോക്കില് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിത് ഇവിടെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഫാൻറ്റം റോക്ക് കാണിച്ചില്ലേ മൈലി? എനിക്ക് പേടിയൊന്നുണ്ട് ഭയങ്കര. അമ്മ മാറി നിൽക്ക്, നിങ്ങൾ മാറി നിൽക്ക്, ഞാൻ നോക്കിയിട്ട് മാറി മാറി. എന്നെ നോക്കിട്ട് ഞങ്ങൾ സോംബി നിങ്ങളെ കടിക്കുമോ? ഗായ്സ്, അപ്പം ഞാൻ മോസ്റ്റ്
അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കുരുത്തക്കേടുകളാണ് ഇപ്പോൾ ഇവിടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ദൈവമേ. ഇപ്പം മറിഞ്ഞു കിട്ടി ഞാൻ താഴെ വീണേണേ. അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് പാറകളൊക്കെ കൂടിക്കൂടി ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എസ്കേപ്പ് ആവാനുള്ള പരിപാടി, എസ്കേപ്പ് അല്ല രക്ഷപ്പെടാനുള്ള വഴിക്കാണ് കേട്ടോ വയസ്സ്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ഇരുന്ന സ്ഥലത്ത് കേട്ടോ ഭയങ്കര തണുപ്പായിരുന്നേ. അപ്പോൾ ഇത്രയും ചൂടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര തണൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങ് കാണുന്ന പാറയാണ് നമ്മുടെ കുളകപ്പാറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ശരിക്കും എനിക്ക് എടക്കൽ കേവ്സ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം മുഴുവനും ഈ പാറകളാൽ രൂപപ്പെട്ട് കിടക്കുകയല്ലേ. അപ്പം ആൻഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസായി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ വരുന്നവരെല്ലാവരും ഈ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഈ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമാവും. കാരണം ഇത്രയും നല്ല പ്ലേസൊക്കെ നമ്മൾ പ്രകൃതി രമണീയമായ സ്ഥലം നമ്മൾ അതേപോലെ തന്നെ സൂക്ഷിക്കണം. ടൂറിസ്റ്റ് പ്ലേസാക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ കൊളാക്കാന്നുള്ള ചിന്തയാണ് മനുഷ്യന്മാർക്ക് എല്ലാവരും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ദയവുചെയ്ത് നിങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് വേസ്റ്റ് ഒന്നും അവിടെ ഇടാതിരിക്കുക. നമ്മള് അത് കല്ലാണല്ലോ. ഇത് പിടി, ഞാൻ പോയി എടുക്കട്ടെ. ഇപ്പൊ ഒരുപാട് പേര് പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട് അല്ലേ വാവാറ്റി? ഒരുപാട് പേര് പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേര് ഈ ഫാൻഡം റോക്ക് അതിൻ്റെ തൊട്ടടിക്കാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് നമ്മുടെ പേര് വേറെ രസത്തിൽ നമുക്ക് എഴുതി വയ്ക്കാം. എല്ലാവരും എഴുതുന്നതല്ലേ, ഇപ്പോൾ അങ്ങനെ എഴുതുന്നുണ്ട്. ഇത് ആരൊക്കെയോ എന്തൊക്കെയൊക്കെയോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ ഇവിടെയൊക്കെ എഴുതുന്ന എന്താ സഫാരിയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്തിടാം കേട്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളൊരു ഫാമിലി ആകുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടേ അല്ലേ പങ്ക? അതെ. എടാ ഞാൻ എഴുതിട്ടാ, നീ ഇത് പിടിച്ചേ. ഇവിടെയാണ് എഴുതുന്നത്. അവിടെ എഴുതാ. മനുഷ്യൻ മടുത്തു പോയിട്ടോ. അപ്പൊ നമ്മളിത് ഈ പാറേന്റെ ഈ അടിക്കാൻ എഴുതുന്നത് കേട്ടോ. എടാ നീ എങ്ങനെ എടുക്കടാ, നമുക്ക് ചെറുതായിട്ട് രസത്തിലേക്കാട്ടോ. നീ എന്താണ് ഇവിടേക്ക് വാ. അതാ കല്ല് പൊടിഞ്ഞു പോകുന്നു. അതേ അവസ്ഥ നോക്കുക. ഇങ്ങോട്ട് വാ. ഇതെന്താ ഉടായിപ്പ് പൈങ്കിളി. ദൈവമേ കണ്ട സ്വന്തം കാര്യം ചിന്താപാന്നാണ് ഞാൻ പറയാ. ഇതാണോ നമുക്ക് ഇവിടെ എഴുതാം. ഡി അയ്യടി നന്നായിട്ട് എടുക്ക്. ഞാൻ തെളിയണ്ടേടാ പോവേ. വലിയ കല്ല് എടുക്ക്. ഡി 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 4 കാണുന്നുണ്ടോ? 4 ഗൈസ് കാണുന്നുണ്ടോ? അല്ല കാണിക്കടാ. ഭയങ്കര ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതോ സമാധാനം. ഇങ്ങോട്ട് വാ. D4 എടാ നോക്ക് കാണിക്ക്. നീ എന്താണ് പങ്ക് ഉടായിപ്പ്? എന്താണ് ഡയാന വ്ളോഗ് എൽ കല്ല് തീർന്നു. ഓ ജി അമ്മേ ഇതുണ്ടോ, അത്രയും വലിയ കല്ലാണ് കാശ് ഞാൻ എടുത്തത്. എടുത്തതുണ്ടോ അതിന്റെ അവസ്ഥ കണ്ടോ? ശരിക്കും വായിക്കാൻ കഴിയുന്നുണ്ടോടാ? ഇല്ല, അതാ വായിക്കാൻ. അത് ബിഗ് ലെറ്ററിൽ എഴുതുന്നായിരുന്നു. എനിക്ക് വിഷമാവുന്നു കാശ്. സാരല്ല. ഡയാന പങ്കം കണ്ട വേണ്ടാത്ത കാര്യമാണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് എഴുതാം. എന്റെ ദൈവമേ നോക്കമ്മേ, പങ്കെന്ന് അവിടെ എഴുതി വെച്ചു. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് എഴുതാനുള്ള കൊച്ചിന്റെ സ്വന്തം കാര്യം ചിന്താപ ചെയ്തു. എന്തുടായ്പകളൊക്കെ കാണിക്കുന്നേ. നമുക്കിത് അവിടെ എഴുതാൻ പറ്റും. നിനക്ക് എങ്ങനെയാണോ ഈ പേര് വന്നത് പറയടോ. എങ്ങോട്ടാ നീ എങ്ങോട്ടേക്കാ പോകുന്നേ? എന്നെ ഉന്തിട്ടു. യൂട്യൂബ് ചാനലിന്റെ പേര് എല്ലാവരും കാണുന്ന രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. D4 ഡയാന വ്ളോഗ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഗായ്സ്, ഇനി ആരെങ്കിലും ഫാൻഡം റോക്കിൽ വരുമ്പം ദേ ഈ റോക്ക് ഇതാ ഇവിടെ ഇട്ടതാ. നമ്മുടെ ഫാൻഡം റോക്ക് മച്ചാൻ ഇവിടെ നിപ്പുണ്ട്.
ഇതിന്റെ തൊട്ട് നേരെ കാണുന്നതേ ഈ പാറയില് കണ്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരുണ്ട്. ഇനിയിപ്പോൾ ആരും അത് കാണാൻ വേണ്ടി മറന്നേക്കരുത്. ഇവിടെ വരുന്നവർ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അവിടെ നോക്കിയേക്കണം. ക്യാമറമാൻ ഓക്കേ ബിഗ് ബോസ്. യെസ്, നോക്കിയിരിക്കണം. എന്നിട്ട് പറയണം, ഓ ഡയാന ഇവിടെ വന്നത് അന്ന് പറഞ്ഞത്, അങ്ങനെ ഓർത്തോണം. മനസ്സിലായല്ലോ? തീർച്ചയായിട്ടും അങ്ങനെ ഓർത്തേ പറ്റുള്ളൂ. ഇതിന്റെ മുകളിൽ കയറിപ്പോയാലോ? ഇറങ്ങോ? വേണ്ട 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 കേട്ടോ കുഞ്ഞാറ്റി, ഞാൻ കേറട്ടെ പ്ലീസ്? വേണ്ടെന്ന് പറഞ്ഞില്ലേ. നല്ല രസമുണ്ട്. മമ്മ ഈ കൊച്ചു നോക്കി ഇതിന്റെ മുകളിൽ കയറാൻ പോവാന്ന്. കുഞ്ഞാറ്റി തോരി കേറാൻ പറ്റിയ റോക്കല്ലത്. ഉരുണ്ട് വീഴുവോ? ഗ്രിപ്പ് ഇല്ലാത്ത റോക്കാണ്. ഓ ആണോ? നോക്ക്, ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഗൈസ്. കാരണം മഴ പെയ്യുമ്പോൾ ഇതിലെ കൂടെയൊക്കെ നിറച്ച് വെള്ളം വീഴും. മഴക്കാലത്താണ് ഇവിടെ വരേണ്ടത് കേട്ടോ. നോക്കൂ ഗൈസ്, കണ്ടോ നമ്മുടെ മൂങ്ങാത്തലേൻ അവിടെ മിഴിച്ചിരിപ്പുണ്ട്. മൂങ്ങാത്തലേൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? പറയൂ പറയൂ. ഇഷ്ടമായി ആണോ? ആണോ? വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആടുജീവിതമാകും, അപ്പോൾ നമുക്ക് സന്തോഷമാകും. ആണോ? 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 അതെ. നമുക്ക് 2 റീൽസ് ചെയ്യണ്ടോ ചേച്ചി? യെസ്, നമുക്ക് 2 റീൽസ് ഒക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല. ഗായ്സ്, ഇവിടെ ഒരു മരത്തിൽ നല്ല തിളങ്ങുന്ന കായുണ്ട്. എനിക്ക് കടിക്കണം. കടിക്കരുത് കേട്ടോ. കടിക്കരുത് പൈങ്കിളി. ഉടായ്പ പരിപാടി ചെയ്യല്ലേ പെങ്ങളി. കളി അത് മണമൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അമ്മേ ഇത് നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. തിളക്കം കളയാൻ വേണ്ടി കടിച്ചിട്ട് എന്തൊരു ബോറാണ്. 2 കൂടി അതുകൂടി പിടിക്കാം. വേണ്ട അടി. വേണ്ട. നല്ല രസമുണ്ട് കേട്ടോ കാണാന്. ആദ്യമായിട്ട് കാണുവാണേ സത്യം. അടിപൊളി. ഇത് ഗൈസ് അവിടെ ഒരുപാട് കായകളുണ്ട് കേട്ടോ. ഓക്കേ നിങ്ങൾ വേഗം ഇറങ്ങ. എനിക്ക് വേഗം ഇറങ്ങിക്കോട്ടോ. അവിടെ തന്നെ തെറ്റിത്തെറിച്ചോട്ടെ. ഒന്ന് വരേ. ഒന്നുമല്ല ഗൈസ്. അയ്യോടാ, ഇറങ്ങുന്ന ഫോട്ടോ എടുത്തില്ലടാ. ഒന്ന് നടക്ക്. കോയിൻസിഡൻസ് ആയത്. ഒന്ന് പറക്കുന്നല്ലേ. അടുത്ത പാറയിലേക്കാണ് നമ്മൾ അടുത്ത പോകുന്നേ. പുലിമടയിലാണ്. കയ്യില് അതെന്താ കാട്ടിക്കൂടി പോന്നെ? കാട്ടിക്കൂടി പോന്നു. ഗായ്സ്, അപ്പൊ നോക്ക, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നതിന്റെ ആ ഒരു ചെറിയ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കിട്ടുക. അതിന് മാത്രം കാണാൻ മാത്രം ഒന്നും വലുതായിട്ടൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ കുറെ ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസും എടുക്കാം കേട്ടോ. അപ്പം സമയം പോകുന്നതറിയില്ല, വെറുതെ അല്ലേ അമ്മേ? അല്ലേ പറ്റി? അല്ലേ മമ്മ? രസമാണ്. അതെ, ഉണ്ടോ? അങ്ങനെ ദാഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒത്തിരി കുറേ വഴികൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. എടാ വാട വാങ്ക മോസ്റ്റ് കമോൺ. അപ്പം ഞങ്ങൾ അടുത്ത വഴിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. വഴിവെട്ടി വന്നടാ. ആര് ഞാൻ ജുവാന അല്ല ഡയാന അല്ലേ? പൈകളി നല്ല തളർന്നുറങ്ങി പങ്കൻ, ക്ഷീണിതയായൊരു പങ്കൻ. എന്താ
വിദുരയായ സുമുഖൈ സുന്ദരി പങ്കൻ. നമ്മുടെ വാവാറ്റിന്റെ കഥാപ്രസംഗത്തിലെ പാട്ടാണ് ഗൈസ്. നന്ദൻ എന്നുള്ളത് നമ്മൾ പങ്കൻ എന്നാക്കി അല്ലേ വാവാറ്റ? അങ്ങനെ നമ്മുടെ പങ്കൻ അല്ലേ, അത് തന്നെ പിണങ്ങോ. അപ്പൊ നമ്മള് ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൺ ദ വേ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ, ഡിസംബറിലാണ് ക്രിസ്മസ്. മറന്നു പോയോ നിങ്ങൾ? ഇന്നാണ് 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 എന്താണ് ഇന്ന് വെച്ചേ? കോല് കുത്തി കണ്ണില്. എവിടെയാടാ? ഞാനൊന്നും ചെയ്തിട്ടില്ല മമ്മ. ഒടിച്ചു കള ഇങ്ങനെയുള്ളതൊക്കെ നടക്കുന്നേ. പിന്നെന്താ പിന്നെ കണ്ടോ കണ്ടോ ഭയങ്കര എന്ത് ക്രിഞ്ചാ നോക്കടാ. എന്നിട്ട് എന്നോട് വേഗം മുമ്പിൽ പോകാൻ വേണ്ടിട്ടാ. അപ്പൊ ഗായ്സ് നമുക്ക് മുമ്പിലേക്ക് അങ്ങനെ പോവാം. അപ്പൊ നമ്മള് അയ്യോ എന്തോ കുത്തുന്നുണ്ട്, എന്തൊരു വേദനയാ. വാവ് ഗായ്സ് കണ്ടോ, നമ്മളങ്ങനെ നടന്ന് എവിടെ എത്താൻ പോകുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ മമ്മേ. എല്ലാരും ഹായ് പറയൂ ഗായ്സ്. എല്ലാരും എവിടെ അവരെവിടെ? എടാ നിങ്ങൾ ചെതറിഞ്ഞിട്ട് ഹായ് പറയടാ. ബാബാറ്റി വേറെ അറിയോ? കമാൺ നോക്കൂ ഗായ്സ്. അപ്പൊ ഞാൻ ഇതിന്റെ പൊക്കത്താണ് നിൽക്കുന്നത്. അവിടെ കുറെ പേര് ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അവിടെ വാവ് നോക്കൂ. വാറ്റിയുടെ എങ്കിലും എല്ലാരും നോക്കടാ. ഫാൻഡം റോക്കിന്റെ കുറച്ചും കൂടി ഇപ്പുറത്താണ്. ഇവിടെയൊക്കെ പാറകൾ കായ്സേ കുറെ സ്ഥലത്ത് ഇങ്ങനെ കൂടി കിടക്കാണ്. ബാബാരിക്ക് 2 അപ്പ്യൂപ്പൻ താടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൈ വേർക്കുന്ന സീനാണ്, നല്ല രസമാണ്. അപ്പൊ കൊറേ കണ്ടോ ഈ ഫാൻഡം റോക്ക് സത്യം നമ്മ ഉരുണ്ടങ്ങ് പോവോന്ന് നമുക്ക് തോന്നൂലേ അല്ലേ മമ്മേ? മമ്മേ അവസ്ഥ ഇത് ഉരുണ്ട് പോകുന്ന തോന്നില്ല നിൽക്കുമ്പോ. അതാ അത് പോയി, രണ്ടും പോയി എടുത്തോ അങ്ങ അവസ്ഥ. വാവ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് അടിപ്പോളെ അളക്കാം. ഗായ്സ് അപ്പൊ എന്റെ വീഡിയോസ് കണ്ടിട്ട് ഫാൻഡം റോക്ക് കാണാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയാണ്, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതാരും കാണാതെ മറക്കരുത് കേട്ടോ. കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാം. അവിടെയൊക്കെ ഒരുപാട് പേര് അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഫാൻഡം റോക്ക്. നമ്മൾ ഈ സ്ഥലത്ത് വന്ന എവിടെ നിന്ന് നോക്കിയാലും ഫാൻഡം റോക്കിനാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അടിപൊളിയായ കാര്യം തന്നെയാണ് കേട്ടോ. ഗായ്സ് അപ്പൊ നമ്മുടെ പൈങ്കിളി ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇറങ്ങുമ്പോൾ നമുക്ക് ഈ കയറ്റം വേഗം ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷെ കയറുമ്പം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അല്ല ഇറങ്ങുമ്പോൾ വേഗം ഇറങ്ങാൻ പറ്റില്ല, പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ കയറുമ്പോൾ നമുക്ക് അതായത് നമ്മുടെ പിടിയാനയായ മമ്മ ഒറ്റയടിക്ക് കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി ആനക്കുട്ടന്മാരെന്തേ കയറി വാടാ എടാ ശരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കയറാം ഗൈസ്. അമ്മേ ഓ കാല് വഴങ്ങുന്നില്ല. അവന്മാർ രണ്ടും കയറി വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഇല്ല ഫാൻഡം റോക്ക് മച്ചാണ്. അവളിപ്പോൾ അവൻ്റെ അടിക്ക് പോയി ഇങ്ങ് വന്നോളൂ. അപ്പോൾ അവൻ ഇളിഞ്ഞോണ്ട് അവിടെ നിൽപ്പുണ്ട്. എന്തായാലും നിൽക്കട്ടെ, നമുക്ക് കയറിപ്പോവാം ഗൈസ്. ഒരു കണക്കിന് നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മച്ചി വെയിലത്താണോ ഇരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. പുല്ല് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പുല്ലടക്കം ഗൈസ് ഈ പുല്ല് നമ്മളവർക്ക് ഉണക്കയാണ് മറ്റേ പച്ചപ്പുല്ലാണ്. വാ നമുക്ക് വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ. ആ ഓക്കെ. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അതിൽ മീനുണ്ടാവോ? ക്ലിയർ ആലേ. എനിക്ക് അവിടെ പോയി വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്, മോന്തി കുടിക്കാൻ തോന്നുന്നുണ്ട് വെള്ളം. നമുക്ക് നല്ല ദാഹിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയാലോ? എവിടെ? അവിടെ താഴെ അവിടേക്ക് പോകാൻ പറ്റും. എന്താ മമ്മ അതിലെ പോകാൻ പറ്റും നമുക്ക്. ഗായ്സ് അപ്പോൾ നമ്മൾ ഈ അമ്പലവയൽ വഴി പോകുന്ന സമയത്ത് നമുക്ക് ഈ ഫാൻഡം റോക്കൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ താഴെ ഒരു കോറിയൊക്കെ കാണുന്നുണ്ടല്ലേ. അപ്പം നല്ല ക്ലിയർ വാട്ടറാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് പോവുകയാണ്. അമ്മച്ചി അവിടെ നിന്ന് മടുത്തിട്ടുണ്ടാവും, എന്തായി അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോവാം അല്ലേ. ഗായ്സ് അങ്ങനെ നമ്മുടെ ഓട്ടോയിലാണ് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ മടുത്തു, നല്ല ടയേർഡായി. ഏറ്റവും ടയേർഡായത് ഈ മഹത്വക്കെത്തിയാണ്. വാറ്റിനെ ഓട്ടോ ഓടിക്കാൻ പോവാണ്. അതെ അതെ മോസ്റ്റ് കക്കിരി ഉണ്ട് ഗൈസ്. എനിക്ക് കക്കിരി മതി. അപ്പൊ നമുക്ക് എല്ലാം കൂടി വേണോ ഇങ്ങോട്ട് വെക്കണ്ടേ? വെക്കണായിരുന്നു. നമ്മുടെ അമ്മച്ചതേ
ആലിപ്പഴം വീണിട്ടിരിക്കും പോലെ അവിടെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ എടുത്തില്ല. പിന്നെന്താ ശിവനും പാർവതിയും? അയ്യോ അതൊന്നും എടുത്തില്ല അമ്മച്ചി. എടുക്കാട്ടോ അമ്മച്ചി, അങ്ങോട്ട് പോകുമ്പോ എടുക്കാം. അവിടേക്ക് പോയിട്ടില്ല. ഇത് നമുക്ക് ഈ ഓട്ടോയിലിരിക്കുമ്പോ ഒരു ഫാൻറ്റം റോക്ക് കാണാം, കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ടോ ഗൈസ്, കണ്ടോ നമ്മുടെ മഹത് വ്യക്തിനെ നമുക്ക് ഓട്ടോ ഭയങ്കര വെയിലായിട്ടോ അധികം കാണാത്തെ. ഇതുണ്ടോ ബ്ലാക്ക് ഫാന്റസി ആണോ? ഇതേ ആ കാണുന്നേ, വെയിലായതുകൊണ്ടാണ് ഗൈസ്. എന്റെ രണ്ട് കൈയും പോലെ എനിക്ക് തോന്നുന്നു. അമ്മച്ചി മൂങ്ങേനെ പോലെ അമ്മച്ചി അതിന്റെ അടുത്ത് പോയ എന്റെ മുഖം കാണാൻ അറിയോ? ആ ഇത് കഴിച്ച് നമ്മള് നല്ല ലെന്തപ്പച്ച പ്യാഴം തിന്നുവാണ്. ഇതെന്താ അമ്മ? ഉണക്കപ്പഴം, പച്ചപ്പഴം അതിന്റെ അകത്ത് പഴുത്തതാ. ആ അതല്ലേ രണ്ടപ്പച്ചന്റെ? അതെ, പുറമേ പുഴ, പക്ഷെ പുഴ പുറമേ നമുക്ക് തോന്നും കളി. ആ നല്ല ആൾക്കാരെന്ന് ക്രിസ്മസ് ആയിട്ടും വരുവാ അല്ലേ. അമ്മച്ചിക്ക് നടക്കാൻ മേലത്തോണ്ട് അമ്മച്ചി പറയാ അമ്മച്ചി വയ്യാന്ന് പറ. എനിക്ക് വെയിലത്ത് നടക്കാൻ ഒന്നാമത്തെ പറ്റില്ല. ഞങ്ങളെന്നെ അടുത്ത് ചത്തുപോയി. അമ്മച്ചി ഒരു ആന ഇറക്കി ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകേണ്ടത്. ഇവിടുന്ന് കാണുമ്പോ അവർക്ക് ഒറ്റ ചാടത്തിന് അവിടെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇറങ്ങാൻ ഭയങ്കര ആൾക്കാരൊക്കെ അല്ലേ നിക്കുന്ന കണ്ടു. എന്താ പ്രശ്നം? വെള്ളം താ നമ്മുടെ പുറകിലല്ലേ അവര് ഒരു തിന്നു വെള്ളം. എന്ത് വെള്ളം ഞാൻ തിന്നില്ല, കുഞ്ഞേട്ടന്റെ കയ്യിലേക്ക് ഭയങ്കര തന്നെ. എടാ പൊട്ടിച്ച ബോട്ടിലുണ്ടായിരുന്നു. അതെടുത്ത് കുടിച്ചോ? വെള്ളം പിന്നെ കുടിക്കാനല്ലോ, തിന്നാനും കുടിക്കാനും ആണേ. നിങ്ങൾ വേണ്ടൊരു തിന്നാൻ. എനിക്ക് ചിസ് വേണം അമ്മച്ചി. ചിസ് ചിസ്സല്ലടാ, കക്കിരിക്ക് എടുക്കണം. കക്കിരി വേണം. നെയിൽ പോളിഷ് കണ്ടില്ലേ? നഖം പൊട്ടി പിന്നെ എവിടുന്നൊക്കെ വന്ന ആൾക്കാരാ. ഇനി പിന്നെ ഇടയ്ക്കലില്ല, മറ്റേ കരപ്പുഴയാ. അയ്യോ പണ്ടാറ സ്ഥലത്തേക്കൊക്കെ ഏതോ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ പിന്നെ ഇത് ഭയങ്കര തിരക്കാണ്. ഇന്നും തിരക്കണ്ടല്ലേ? അല്ലെന്നേ ഇവിടെ വന്നിട്ടങ്ങ് പോകാന്ന് പറയുമ്പോഴേ നമുക്ക് കക്കിരി ഉണ്ട്. മോസ്റ്റ് വെയിലത്ത് നമുക്ക് തിന്നാൻ പറ്റിയ അടിപൊളി. തലയിലൊക്കെ ഏതൊക്കെ ചെടിയും കഴിക്കും. കക്കിരി നമുക്ക് കക്കിരി കഴുകാം. എടാ കഴുകടാ. നൈസായിട്ട് രണ്ടെണ്ണം എടുത്തോ. ഇച്ചിരി വെള്ളം എനിക്ക് തരും ഞാൻ. നല്ല വെള്ളമുണ്ട്, കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. നമ്മുടെ ഇടയ്ക്കലൊക്കെ വന്നിട്ട് കലവിലാന്ന് കന്നഡയും ഹിന്ദി ഒക്കെ സംസാരിക്കുന്നില്ലേ. ഇത് കഴുകുമ്പോ അടാ നമുക്ക് കക്കരി കഴിക്കാം. വാ ഗായ്സ്, നമുക്ക് കക്കരി കഴിക്കാം. ഇത് കാണിക്കട്ടെ, പുറത്തേക്ക് കഴുകും. നമ്മളിങ്ങനെ ആഘോഷ ദിവസങ്ങളൊന്നും വീട്ടിലിരിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ വൈബ് അടിച്ച് പുറത്തേക്ക് പോകണം. ഇനി നമ്മൾ ഇനി വെള്ളം ഓണത്തിനൊക്കെ വിഷുവിന് നമുക്ക് എന്ത് ചെയ്യും, കണി കണ്ട് നമുക്ക് സിനിമയ്ക്ക് പോവാം, എന്നിട്ട് വീട്ടിൽ വരാം. സദ്യ വേണ്ട. ഇതാണ്ടോ ശ്രീകുട്ടന് കൊടുത്തോ? അവന് കൊടുത്തിട്ട് എനിക്ക് തന്നാ മതി. എടാ എടുക്ക്, അതെടുത്ത് ഒരു ഒടിച്ചൊരു കഷ്ണം എനിക്ക് തന്നാ മതി. ഇല്ല ഒന്നാമത്തെ കാര്യം കഴിച്ച് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് വയനാട്ടിൽ കിടന്നിട്ട് വയനാട്ടിലൊരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആയ ഫാൻറ്റം റോക്കിലേക്ക് നമ്മൾ വരാൻ വേണ്ടി പോയത് ഗൈസ്. അപ്പം നമ്മൾ ഇത്രയും നാളുണ്ടായിട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് 20 റുപ്പീസാണ്. അത് ഒരു വണ്ടിക്കാണ് അവർ 20 റുപ്പീസ് വാങ്ങുന്നത്, അതായത് പെർ ഒരാൾക്കല്ല വാങ്ങുന്നത്. ഈ ട്രാവലിലുള്ളവർ പകുതി വരെ പോയി തിരിച്ചവർ വീട്ടിലേക്ക് പോകണം. കാരണം അത്രയ്ക്ക് ചൂടാണ്, അത്രയ്ക്ക് വെയിലാണ്. ഞങ്ങൾ മുഴുവനും ആ വെയിൽ കൊണ്ടു, അതായത് ഞങ്ങൾ തീ കുരുത്താണ്, അതുകൊണ്ട് വെയിലത്ത് പാടില്ല എന്നോർത്ത് വെയിൽ കൊള്ളിക്കാൻ ആരും ഓർക്കണ്ട അല്ലേ. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് നമ്മളിനി തിരിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എൻട്രി ഫീസിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഫസ്റ്റത്തെ ആ ഒരു വെപ്രാളത്തിൽ ഞാൻ പറയാൻ മറന്നു പോയതാണ്. യെസ്, ജസ്റ്റ് നമുക്ക് പുറത്തൊരു ചെറിയ വ്യൂ ഉണ്ട്, അതും കൂടി ഓടിപ്പോയി എടുത്തിട്ട് ഓടി വരാം. അപ്പം നമ്മുടെ അമ്മച്ചി പറയുന്നത് ആലിപ്പഴം വീണിരിക്കുന്നതും ശിവനും പാർവതിനെ പോലെയും കാണുന്നുണ്ടെന്നാണ്. അപ്പം നമുക്ക് അവർ രണ്ടിനൊന്ന് കണ്ടേച്ച് വരാം. അപ്പം അമ്മച്ചി പറയുന്ന ആലിപ്പഴം ഏതെന്ന് കാണിച്ചു കൊടുക്കണേ. ഇതാ പിടിച്ചോ, ഫോണും അമ്മേൻ്റെ അടുത്തെടുക്കാം. വാ, ഫോൺ എടുത്തില്ല. ആ ഫോൺ എടുത്തിട്ട് വരുമോ?
ഗൈസ് ദേ ആ കാണുന്നതാണ് അമ്മച്ചി ആലിപ്പഴം എന്ന് പറഞ്ഞത്. ഞാൻ തൊട്ട് കാണിച്ചുതരാം. അവിടെ നിന്നോ, അവിടെ നിന്നോ. ദേ ഇതാണ് ആലിപ്പഴം എന്ന് അമ്മച്ചി പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന 2 തലകൾ ഇതുണ്ടോ, ഇത് ശിവനും ഇത് പാർവതിയാന്ന് അമ്മച്ചി പറയുന്നത്. ശരിക്കും നമുക്ക് അതേപോലെ തന്നെ തോന്നുന്നുണ്ട്. ശരിക്കും എനിക്ക് അതേപോലെ തോന്നുന്നു അല്ലേ, ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയോണ്ട് വലിയൊരു മോസ്റ്റ് മലയുണ്ട്. ബിഗ് മോസ്റ്റ് മലയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നമ്മളിവിടെ വന്ന എനിക്ക് ഓർമ്മയില്ല. എന്താ അവർ ചെയ്യുന്നത് അവിടെ? സൂം ചെയ്യാൻ പറ്റുമോ? ഇത് 2x ജൂമാ മാക്സിമം. ജൂം ഗായ്സ് നിങ്ങൾ കണ്ടോ? വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടല്ലേ വീഡിയോ എടുത്തത്. ഞാൻ ഇട്ടിട്ടുണ്ട്. പണ്ടത്തെയാ 2-ലോ 3-ലോ അങ്ങോട്ടാണ്. അതെന്നെ. ഇതാ പിടിച്ചോ. അപ്പോൾ നോക്ക്, ഞാൻ ഈ മല കാണിച്ചു തരാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് കേട്ടോ. അപ്പം നമ്മുടെ അമ്പലവയൽ ഈ ഭാഗത്ത് കുളകപ്പാറ അങ്ങനെ കുറേ പാറകളൊക്കെ ഉണ്ടല്ലേ. ഈ ഫാൻറ്റം റോക്ക് അല്ലാതെ വേറെ കുറേ പാറകളും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഇടയ്ക്കൽ കേവ്സ് വരുന്നത്. അമ്പുകുത്തിമല അങ്ങനെ കുറേ മലയുണ്ട്. അവിടെ നിന്ന് നമ്മൾ പോയിട്ടില്ല. ഇടയ്ക്കൽ കേവ്സ് തന്നെ നമ്മൾ പോയത് ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എങ്ങാണ്ടാണ് നമ്മൾ അവിടേക്ക് തന്നെ പോയത്. അപ്പോൾ ഇവിടെ വെയിലായതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് വെയിലുള്ള ടൈമിൽ വന്ന് ഞങ്ങളെപ്പോലെ ആടുജീവിതം ആവാൻ വേണ്ടി നിൽക്കണ്ട. മഴക്കാലത്ത് തെന്നി അടിച്ച് അന്തസ്സായിട്ട് വീഴുക അല്ലേ ബാബാജി? അതാണ് ഇതിന്റെ മെയിൻ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ? അത് തന്നെ, അതാണ് ഇതിന്റെ മോസ്റ്റ് വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ വണ്ടികളായിട്ട് അത് കഴിയുമ്പോൾ അടുത്ത് കഴിയുമ്പോൾ മറ്റേതെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വണ്ടികൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഗൈസ് ലെറ്റ്സ് ഗോ. നമ്മളപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ശരിക്കും ആലിപ്പഴം പോലെ തന്നെ ഉണ്ടോ അമ്മച്ചി? ശരിക്കും ആലിപ്പഴം വീണ് നടക്കുന്നില്ല. പക്ഷെ ആ പാറകളൊന്നും ഉരുണ്ട് കഴിയില്ലേ അമ്മച്ചി? ദൈവത്തിന്റെ കൃപ. കൃഷ്ണൻ രക്ഷിച്ച് നിർത്തിയേക്കും. അതന്നെ, വിരളയില് പർവ്വതം നിർത്തിയില്ലേ, അതേപോലെ നിർത്തിയേക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് വീടിലാണെന്നാണ് അമ്മച്ചി പറഞ്ഞേ. ഓക്കെ, അപ്പൊ അതൊന്നും വീഴണ്ട. പ്രകൃതിന്റെ മാജിക്കാണ്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ടു ഹോം ആണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അമ്മച്ചി നല്ല തിളങ്ങുന്നുണ്ട് കണ്ടോ? അത് പൈങ്കിളി കടിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. എണ്ണപ്പഴാണത്. ഇതെന്താ എണ്ണയത്? ഒന്നും കഴിക്കല്ലേ, ഈ പൈങ്കിളി കടിച്ചത്. ഞാൻ പറഞ്ഞതാ കടിക്കരുതെന്ന്. ആ പശ കൊണ്ട് വായിലൊട്ടി തോന്നുന്നു. അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോണേ. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റായിട്ട് നമ്മുടെ ഫാൻറ്റം റോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോകാം. നമ്മുടെ വണ്ടി നോക്ക്, അവിടെ നിർത്തിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ, ഇവിടെ അതിലപ്പുറമുള്ള വ്യൂ കാണുന്നുണ്ട്. ദൈവമേ നല്ല രസമാണ്. ഒരു പിടിക്ക്, ഞാൻ ഒന്ന് ചാടിപ്പോട്ടെ, ഒന്ന് പിടിക്കോ പ്ലീസ്. മറ്റേ മായക്കണ്ട. എടാ അതിലേതേ വഴിയുണ്ട്. എനിക്ക് അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്ന ഡയാനയുടെ ഡാൻസ് ആണ്. അപ്പൊ നമുക്ക് ഡാൻസ് കളിക്കാം. മോസ്റ്റ് അല്ലേ? ശരി കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വാ. ആ ഗായ്സ്, ഇപ്പം നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറയാണ് നമ്മുടെ ഫാൻറ്റം റോക്ക്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പം നമ്മുടെ വയനാട്ടിൽ നമ്മുടെ ഈ ഫാൻറ്റം റോക്ക് വന്നതിൽ നമ്മൾ മോസ്റ്റായിട്ട് അഭിമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പാറ മുകളിലെടുത്ത് വെച്ച് ആരാന്നൊക്കെ ചോദിക്കുമ്പം ആ പാറേൻ്റെ മുകളിൽ വരെ ഓരോരുത്തർ നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ മറിഞ്ഞു കിട്ടി താഴേക്ക് വീഴുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂവും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായേനെ. അങ്ങനെയായിരുന്നെങ്കിൽ അടിപൊളിയായനും. അങ്ങോട്ടൊക്കെ കണ്ടോ, ആ അങ്ങ് ദൂരെ കാണുന്ന നമ്മുടെ കുളകപ്പാറയാണ്. അപ്പം നമ്മുടെ ഈ അമ്പലവയൽ ഭാഗത്ത് മുഴുവനും പാറയാണ്. ഒരുപാട് പാറകളുണ്ട്, മലകളുണ്ട്, കുന്നുകളുണ്ട്. ഫുൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മുടെ ഈ അമ്പലവയൽ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൽ കേവ്സിൽ പോയ ടൈം നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വ്ളോഗ് എടുത്തുമില്ല കേട്ടോ. അന്ന് നമ്മൾ ഷോർട്സ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. യൂട്യൂബ് ചാനൽ ഞാൻ വലിയ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഒരു ചെയർ കണ്ടു. അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം
ഇവിടേക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എടുത്തിട്ടതാവാനാണ് ചാൻസ്. എനിക്കൊന്ന് ട്രക്കിങ്ങിനൊക്കെ വന്നവരായിരിക്കും, അറിയത്തില്ല. എന്തായാലും നമ്മളിനി തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അപ്പം എന്താ പറയുക, കുറച്ച് സമയം നമ്മളിവിടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. ഗായ്സ്, അങ്ങനെ നമ്മൾ മോസ്റ്റായിട്ട് അവിടെ പോയിട്ട് റോക്കിൻ്റെ തലയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ റോക്കിനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എവിടെ നിന്നാലും നമ്മൾ ഇവനെ കാണാൻ ഭാഗത്തിനാണ്. ഇതുണ്ടോ, ഇവനെ കാണാൻ ഭാഗത്തിനാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എവിടെ നിന്നാലും ഇവനെ നമുക്ക് കാണാവേ. അപ്പോൾ അങ്ങനെ നല്ല വ്യൂ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയാണ്. നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ടാറ്റ പറയേ. ടാറ്റാ 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 ടാറ്റാ. ഓക്കേ.